കോളേജിൽ തുടങ്ങിയ തൊട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ദിവസം ഒരു ലോങ് വീഡിയോ എടുക്കണം. പക്ഷേ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പം എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടേ? അങ്ങനെ പ്രോഗ്രാം പ്രത്യേകിച്ച് ഉണ്ടാവുമ്പം അന്നൊന്നും വീഡിയോ എടുക്കാനും പറ്റാറില്ല. പക്ഷേ ഇന്ന് ഫുൾ പ്ലാനിങ്ങിലാണ് പോകുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്നല്ല, ഡേറ്റ് പറയുകയാണെങ്കിൽ 7-ാം തീയതി ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണിത്. കാറിൽ പോകുന്നത് എന്നും കാറിൽ പോകുന്നതല്ല, ബസ് കിട്ടാത്തതുകൊണ്ട് കാറിൽ പോയതാണ്. ഇവിടെ നിന്ന് 3 ബസ്സാണ് കോളേജിലോട്ട് കയറേണ്ടത്. ഒരു ബസ്സിന് പകരം ഞാൻ കാറിൽ വന്നു. ഇനി അടുത്ത ബസ് കയറേണ്ട സ്റ്റാൻഡാണ് ഇത്. കോളേജിലോട്ട് പോകുന്നതും വരുന്നതും ആലോചിക്കുമ്പം എനിക്കാകെ ഇഷ്ടമുള്ള ഒരു ബസ്സാണിത്. കാരണം വേറൊന്നുമല്ല, ഈ ബസ്സിൽ മാത്രമേ കുറച്ച് ശാന്തതയും കാറ്റും വെളിച്ചം പിന്നെ സീറ്റും കിട്ടത്തുള്ളൂ. സീറ്റ് എന്നൊന്നും കിട്ടൂല, പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. 7:50 കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. പിന്നെ 8:15 ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത്. 1 സൈഡ് ബാഗാണ് ഞാൻ കൊണ്ടുപോകാറ്. പക്ഷേ ഇന്ന് ബാഗിൽ അധികം കുറച്ച് ഡ്രസ്സുകളുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾക്കൊരു മൈമിൻ്റെ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഈ ബാഗ് എടുത്തത്. അങ്ങനെ നമ്മൾ ആ ബസ്സും ഇവിടെ അടുത്ത സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ബസ് കൂടെ കയറിയിട്ട് വേണം കോളേജിലെത്താൻ. ആ ബസ്സിൽ കയറി കിട്ടിയത് തന്നെ ഭാഗ്യമായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അതിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇത്രയും ആൾക്കാർ. പിന്നെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നാൽ നമ്മുടെ കോളേജ് എത്തും. കോളേജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോളേജോ അല്ലെങ്കിൽ ഒറ്റ കോഴ്സ് മാത്രമല്ല, PKG മുതൽ B.Ed വരെയും അതല്ലാണ്ട് വേറെ കോഴ്സസും ഇവിടെ ഉണ്ട്. കോളേജിലെത്തിയതിനു ശേഷം ആദ്യം ജസ്റ്റ് ഒരു അസംബ്ലി ഉണ്ടായിരുന്നു. B.Edലെത്തിയപ്പോൾ പിന്നെ അസംബ്ലി ഒന്നും ഞങ്ങൾക്ക് പുത്തരില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് 9:30 to 10:30 എന്നും അസംബ്ലിയാണ്. അതെന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തേണ്ടത്. പക്ഷേ ഇത് ആ അസംബ്ലി അല്ല. ഞങ്ങൾക്ക് ഇന്ന് ക്ലീനിങ് ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൂടൽ. ഈ ക്ലീനിങ് എന്തിനാന്ന് വെച്ചാൽ B.Ed തുടങ്ങിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രേ ഗാന്ധി ജയന്തിക്ക് ലീവ് കിട്ടുന്നത്. പൂജാ ഹോളിഡേയ്സും കൂടെ ഒരുമിച്ചാണല്ലോ വന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഗാന്ധി ജയന്തിൻ്റെ അന്ന് ഞങ്ങൾ കോളേജിൽ വരികയും വേണം. ഈ ക്ലീനിങ്ങും പതിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ലീവായതുകൊണ്ട് ഗാന്ധി ജയന്തി കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാഴ്ചയാണ് പരിപാടി നടത്തിയത്. സോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പോർഷൻസ് തന്നിട്ട് അവിടെ ആയിരുന്നു ക്ലീനിങ്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കുറേ പൊറുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണം എന്ന് ചോദിച്ചിട്ട് കാണിച്ചു തരികയാണ്. ആർക്ക് ബെസ്റ്റ് പൊറുക്കിപാട്? ഇന്ന് ഞങ്ങളുടെ ട്രെയിനിങ് ഡേ ആണ്. ഓക്കെ, നല്ല കുട്ടികളാണ്. കുട്ടികളൊക്കെ നല്ല ഗ്രൗണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏരിയ. പക്ഷേ ക്ലീനിങ്ങിന് ഇറങ്ങിയോണ്ട് അന്ന് എനിക്കൊരു ഉപകാരം ഉണ്ടായത്, സർപ്രൈസ് ആയിട്ട് കുറേ മഞ്ചാടിക്കുരി കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാലൊക്കെ പെറുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, കൂടെ പെറുക്കിത്തരാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ദെൻ ക്ലീനിങ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഓഡിറ്റോറിയം. ഇവിടെയാണ് നമുക്ക് മെയിൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ചായ ഉണ്ടായിരുന്നത്. ചായയും കേക്കൊക്കെ ആയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ധൃതിയൊക്കെയാണ് ഈ കാണുന്നത്. ചായക്ക് ഗ്ലാസ് കൊണ്ടുവരണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാലും മറക്കലാണല്ലോ നമ്മളൊരു പരിപാടി. അതുകൊണ്ട് തന്നെ വേറെ ആരൊരു കപ്പ് കൊണ്ടുവന്നാൽ അതിലാണ് ഞാനും അഖിലയും കൂടെ കുടിച്ചത്. അങ്ങനെ കേക്ക് ഉണ്ടായിരുന്നതൊക്കെ കുടിച്ച് കഴിച്ച് സന്തോഷമായി ഞങ്ങളെ ക്ലീനിങ് ഒക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല കമ്പനിയാണ്. അതായത് നമ്മൾ 6 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, 6 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല കമ്പനി. പിന്നെ ചായക്ക് കുടിച്ചിട്ട് നമ്മളെ ജനറൽ ഹാളിലോട്ട് പോയി. ഇവിടെയാണ് ഞങ്ങൾക്ക് സാധാരണ പരിപാടികളൊക്കെ നടക്കാറുള്ളത്. വലിയ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഓഡിറ്റോറിയം തുറക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗാന്ധി ജയന്തിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ സോങ്ങും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 3 പേര് അവിടെ നിന്നു. പിന്നെ ബാക്കി ഞങ്ങൾ പ്രോഗ്രാമിനുള്ള ആൾക്കാർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സ്കിറ്റോ അല്ലെങ്കിൽ മൈമോ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാത്രമായിരുന്നു മൈമ് ചെയ്തത്. അപ്പോൾ മൈമിന് മേക്കപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 2 പേർക്ക് സ്കിൻ അലർജി ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പെയിൻറ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ അതിന് കുറേ യൂട്യൂബിൽ പരിഹാരങ്ങളൊക്കെ തപ്പി. പിന്നെ നമ്മൾ കൊറിയൻ മാസ്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും അങ്ങോട്ട് സക്സസ് ആയില്ല. അവസാനം നമ്മൾ രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെയിൻറ് തന്നെ, അക്രിലിക് പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ രണ്ടും, അത് വൈറ്റും കണ്ണിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കൊടുത്തതും ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആയിരുന്നു. സത്യത്തിന്റെയും അഹിംസയുടെയും പ്രതിരൂപമായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു ദേശത്തെ, ഒരു ജനതയെ
നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 3-4 സ്കിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കിറ്റാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ മൈമിൻ്റെ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ മൈമിൻ്റെ വീഡിയോ കാണിക്കാത്തത്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ മൈമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ല അഭിപ്രായങ്ങളായിരുന്നു. കാരണം ഞങ്ങൾക്ക് പ്രാക്ടീസിന് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. തലേന്ന് പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിർബന്ധമാണെന്ന് പറയുന്നതും ഒരു പീരീഡ് കൊണ്ട് പഠിച്ച കാര്യമായിരുന്നു. ഇപ്പോൾ മേക്കപ്പൊക്കെ വേഗം റിമൂവ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. കോളേജിലെ ഏറ്റവും നല്ല ടൈമാണ് ഈ ഒരു ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ. അന്ന് സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അതുകൊണ്ട് തന്നെ ചോറില്ലാന്നോ കൂട്ടാനില്ലാന്നോ ഉപ്പേരില്ലാന്നോ കറിയില്ലാന്നോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എല്ലാതും ഉണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് 1 മുതൽ അല്ലെങ്കിൽ പഠനം തുടങ്ങിയത് മുതൽ നമുക്ക് ഒരു മാറ്റവും ഇല്ലാത്ത നല്ലൊരു കാര്യമാണ് ഈ ഉച്ചഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ സാർമാരൊക്കെ വിളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയത്. അപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രോഗ്രാം മീറ്റ് ദ കാൻഡിഡേറ്റ് ആയിരുന്നു. മിനിഞ്ഞാന്ന് നമ്മുടെ കോളേജിലെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് ആണ് അന്ന് ചൊവ്വാഴ്ച നടന്നത്. കോളേജിലെ 8 പോസ്റ്റിലോട്ട് 4 പോസ്റ്റ് മത്സരം ഇല്ലാണ്ട് 4 പോസ്റ്റിലോട്ടായിരുന്നു നോമിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മത്സരം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഈ അവരെ പറ്റി പറയുന്നതും പരിചയപ്പെടുത്തുന്നതൊക്കെ. ആളെ പറഞ്ഞില്ലല്ലോ, ഇതാണ് ദിൽഷ. ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡിഗ്രിക്ക് ഒരേ കോളേജിൽ ജൂനിയർ ആൻഡ് സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്. സബ്ജക്റ്റ് വേറെ ആയിരുന്നു, പക്ഷേ അന്ന് കണ്ടിട്ടോ അറിഞ്ഞിട്ടോ പരിചയമോ ഇല്ല. ഇവിടെ എത്തിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു തന്നെ അറിയുന്നത്. അങ്ങനെ അവൾ സ്റ്റാൻഡിലോട്ട് ആക്കി തന്നു. അവിടെ നിന്ന് ബസ് കയറി. ഇങ്ങോട്ട് പോന്നപ്പം സീറ്റൊന്നും കിട്ടിയില്ല, നിൽക്കുമായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല, അധികം തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ എത്താൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നത് നല്ല തിരക്കായിരുന്നു. ഏകദേശം 5 മണിൻ്റെയും 5:30 ഉള്ളിലാണ് ഞാൻ വീട്ടിലെത്താറ്. അപ്പോൾ ഇതൊക്കെയാണ് കോളേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.